മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ മുറ്റത്ത് വന്ന് നോക്കുമ്പോൾ കാറ്റിൻ്റെ പ്രസൻസൊക്കെ അറിയിച്ചുകൊണ്ട് ഒരുപാട് കരിയിലകൾ ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നേരെ പോയി നോക്കുമ്പോൾ അടുക്കളയിൽ ഞാനിപ്പോൾ ആദ്യം എണീറ്റിട്ട് അടുക്കളയിൽ പോയിരുന്ന ചെയ്യുന്നത് ഈ ഐപ്പിൾസ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഐപ്പിൾസ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വീക്സോളായി കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്ന മെയിനായിട്ട് എൻ്റെ മൈഗ്രെയിൻ, എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ, മൈഗ്രെയിൻ പോലുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ഞാനിത് യൂസ് ചെയ്യുന്നത്, ഇതൊരു പവർഫുള്ളായുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 30 ml വീതം രാവിലെയും വൈകിട്ടുമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കേട്ടോ. എനിവേ ബാക്കി കാര്യങ്ങളോട്ട് വരാം. അപ്പം ഞാനാണെങ്കിൽ നല്ല ദോശമാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ നമുക്ക് ദോശയും സാമ്പാറുമാണ്, പച്ചക്കറി ഉണ്ടല്ലോ. അപ്പോൾ വേഗം അതാ കുറച്ച് പച്ചക്കറികളൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നാക്ക് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും പച്ചക്കറിയൊക്കെ നുറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യമുള്ള കയ്യിലുള്ള പച്ചക്കറികളൊക്കെയാണ് കേട്ടോ സാമ്പാറിലിടുന്നത്. അപ്പോൾ സാമ്പാർ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. മീൻ ഇന്നലെ വൈകിട്ട് വാങ്ങാം. അപ്പോൾ ഇന്നലെ വൈകിട്ട് കുറച്ച് മാന്തലൊക്കെ എടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയലയും മാന്തലുമാണ് കേട്ടോ. അപ്പോൾ അത് ഐസൊക്കെ മാറാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞാറ്റക്കുട്ടിയും മൂപ്പാറ്റക്കുട്ടി സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അവർ സ്കൂളിലോട്ട് പോയപ്പോൾ തന്നെ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കാൻ വെച്ചിട്ടോ. മക്കൾക്ക് കോഫിയൊന്നും കുടിക്കാറില്ല, അതുകൊണ്ട് രാവിലെ ഞാൻ കോഫി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും സാമ്പാറും ഒക്കെ എടുത്ത് ഞാനെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അടി അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയത് മീൻ നന്നാക്കാനായിട്ട്. മീനൊക്കെ നന്നായിക്കൊണ്ട് വന്നു. പിന്നെ എന്തിനിടയ്ക്ക് നമ്മുടെ ഫുഡ് അടി മക്കൾ സ്കൂളിൽ നിന്ന് വന്നു, ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ മക്കളെയും കൂട്ടി, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. മക്കളെയും കൂട്ടി ഞാൻ പുറത്തോട്ട് പോയി. കുഞ്ഞാറ്റയ്ക്ക് JRCയുടെ കുറച്ച് യൂണിഫോം ഒക്കെ വേണം, റെഡിമെയ്ഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ വാങ്ങിക്കൊണ്ട് വന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.